കൊറോണയിൽ എന്റെ അനിയൻ ഒരു ചിത്രം വരച്ചു. അത് ഫ്രെയിം ചെയ്യാൻ ഇവിടെ ഒന്നും ഫ്രെയിമിന്റെ കട കാണുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് ആലോചിക്കുന്നത്. അനിയനും ഞാനും കൂടിയാണ് ഈ ഒരു ഫീൽഡ് തുടങ്ങിയത്. ഇപ്പൊ ഹോൾസെയിൽ ആയിട്ട് ഇവിടെ മൊത്തം ചെയ്യുന്നത് ഏകദേശം ഞങ്ങൾ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മിർസ അഫ്സൽ യൂനുസ് സക്കറിയ മനോഹരമായ ഇന്റീരിയർ വർക്ക്സ് ചെയ്യുന്ന ഒരു സ്ഥാപനമാട്ടോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീടോ ഫ്ലാറ്റോ ബിൽഡിങ്ങോ എന്തോ ആയിക്കോട്ടെ, മനോഹരമായി വളരെ വൃത്തിയോട് കൂടി ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമോ. അലുമിനിയം ഫാബ്രിക്കേഷൻ, ഡോറുകൾ, ജനവാതിലുകൾ, സകല സംഭവങ്ങളോടെ ഉണ്ട്. അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഫോട്ടോ ഫ്രെയിമിങ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. റാഫി, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ വിശേഷങ്ങളൊക്കെ? ഞാൻ കുറേ ദിവസമായി നിങ്ങളുടെ ഈ ഒരു സ്ഥാപനം ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് കരുതിയിട്ട്. സന്തോഷം, വളരെ സന്തോഷം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഈ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് എന്നുള്ളത്. എല്ലാവർക്കും അറിയുന്നത് നമുക്കും ഒരു ഇതാണല്ലോ. ആയിക്കോട്ടെ. അത് റാഫി, ഞാനിപ്പോൾ ശ്രദ്ധിച്ചു, ഞാനിപ്പോൾ അടുത്തൊരു വീട്ടുകൂടലിന് പോയിട്ടോ. അപ്പോൾ ആ വീട്ടുകൂടലേക്ക് പോയപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ വീടിനകത്തൊരു സ്റ്റയർ ഉണ്ട്. അപ്പോൾ സ്റ്റയറിന്റെ അവിടെ ഇങ്ങനെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ, കളർ ഫോട്ടോകൾ. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ആ ഫോട്ടോകളിൽ പല ഫോട്ടോകളും പെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ എന്താ വെച്ചാൽ ഓൾഡ് ഈസ് ഗോൾഡ്. ഗോൾഡിന് ഇപ്പോൾ ലക്ഷങ്ങളാണ്. അപ്പോൾ ഓരോ ഫോട്ടോയ്ക്ക് എനിക്ക് തോന്നുന്നത് 2-3 ലക്ഷത്തിൽ കൂടുതൽ മതിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ സമീപകാലത്ത് പുതിയ വീടുകളിലൊക്കെ ഞാൻ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഒരു ഫോട്ടോ ഫ്രെയിമിങ്, അതാണ് എനിക്ക് ഇവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക ചെയ്യുന്നതൊക്കെ. ജസ്റ്റ് നമുക്ക് ഫോട്ടോ ഫ്രെയിമിന്റെ കൂടി ഒന്ന് പറയുകയാണെങ്കിൽ വരും. ഈ ഒരു ഫ്രെയിമിന്റെ ലോകം എന്ന് വെച്ചാൽ ഒരുപാട് വെറൈറ്റി ഫ്രെയിമുകൾ ഇതിൽ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ചെറിയ ഫ്രെയിം മുതൽ നമുക്ക് എത്ര വലിയ ഫ്രെയിം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എത്ര വലിയ ഫ്രെയിം വേണമെങ്കിലും നമുക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഓൾഡ് ഈസ് ഗോൾഡ് ഒരാൾ ചെയ്യാൻ കൊണ്ടുവന്നതാണ്. ഈ പഴയ ഫോട്ടോത്തിനോടാണ് ആൾക്കാർക്ക് ഇപ്പൊ താല്പര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രെയിം ട്രെൻഡായി വരികയാണ് ഇപ്പൊ. ഇതൊക്കെയാണ് ഫോട്ടോ ഫ്രെയിമിൽ ഔട്ടർ ഫ്രെയിം വരുന്നത്. ഇത്രയും മോഡലുകളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ സൈസും A5, ഇതിനൊക്കെ ഓരോരോ നമ്പറുകൾ ഉണ്ട്. A5, A6, A4, A3, A2, A1, A0 എന്ന് പറഞ്ഞാണ്ടുള്ള ആ സൈസിലാണ് നമുക്ക് കൂടുതലായിട്ടും ഓർഡറുകൾ വരാറുള്ളത്. അൺസൈസ് ഏത് അൺസൈസ് ആണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. കാരണം നമ്മൾ തന്നെ ഇവിടെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ തന്നെ അത് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ റാഫി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാനിപ്പോൾ പല സ്ഥലങ്ങളിലും പോയിട്ട് പല വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഫോട്ടോ ഫ്രെയിമിന്റെ ഞാൻ പല സ്ഥലങ്ങളിൽ പോയപ്പോഴും ഇത്രയും വലിയൊരു സെറ്റപ്പിൽ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ വേറെ സ്ഥലം കോഴിക്കോടൊക്കെ കൊടുത്തിട്ട് ചെയ്യുക. ഇപ്പോൾ ആദ്യം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ ടൗണിൽ ഈ കൊടുവള്ളി എന്ന സ്ഥലത്ത്, ഇത് മദ്രസ ബസാർ, ഇത് സ്ഥലം സൗത്ത് കൊടുവള്ളി മസ്ജിദിന്റെ തൊട്ടടുത്താണ് ഈ സ്ഥാപനം. അപ്പൊ ഈ വേറെ കൊടുവള്ളിയിൽ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിമിന്റെ ഒരു ഇല്ല, അതില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടങ്ങിയിട്ട്, നമ്മൾ കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക്. ഞാൻ ഇന്റീരിയർ വർക്ക് ആയിരുന്നു. അത് ഇന്റീരിയർ ഫാബ്രിക്കേഷന്, ഡോർസ്, വിൻഡോസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്റെ പ്രൊഫഷൻ. അതിലേക്ക് ഈ ഒരു ഫോട്ടോ ഫ്രെയിം, കൊറോണയിൽ എന്റെ അനിയൻ ഒരു ചിത്രം വരച്ചു. അത് ഫ്രെയിം ചെയ്യാൻ ഇവിടെ ഒന്നും ഫ്രെയിമിന്റെ കട കാണുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് ആലോചിക്കുന്നത്. അനിയനും ഞാനും കൂടിയാണ് ഈ ഒരു ഫീൽഡ് തുടങ്ങിയത്. ഇപ്പൊ ഹോൾസെയിൽ ആയിട്ട് ഇവിടെ മൊത്തം ചെയ്യുന്നത് ഏകദേശം ഞങ്ങൾ തന്നെയാണ്. അപ്പൊ എത്ര സ്റ്റാഫുകൾ ഉണ്ട് ഇവിടെ? ഇവിടെ 4 സ്റ്റാഫുകളുണ്ട്. അൽഹംദുലില്ലാ, അവരൊക്കെ റാഹത്താണ്. അവരൊക്കെ അൽഹംദുലില്ലാ എല്ലാവരും വർക്കിന് വരും, പോവും. അത് തന്നെ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ അതേ കുറിച്ച് കൂടി ഒന്ന് പറയാം. പിന്നെ ഡോറുകൾ, ഈ 2 കാര്യം കൂടി മതി. ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കേഷൻ എല്ലാ ഫാബ്രിക്കേഷനും ഞാൻ ചെയ്യും. അൾജീരിയ വിൻഡോസ്, പിന്നെ അതുപോലെ തന്നെ സാധാ ഇപ്പം വീടുകളിലൊക്കെ മരത്തിന് പകരം ഇരുമ്പും അലൂമിനിയം ആയി കഴിഞ്ഞു. അപ്പൊ അലൂമിനിയം ഒരു കാലത്തും ഫെയിൽ ആവാത്ത കളറുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അലൂമിനിയം, നല്ല അപ്ഡേഷൻ ആയിട്ടാണ് ഇപ്പൊ അലൂമിനിയം ഫാബ്രിക്കേഷന് വരുന്നത്. അതുപോലെ തന്നെ ഡോർസ് ആണെങ്കിൽ ബാത്റൂമിന്റെ ഡോർസ് ഫാബ്രിക്കേഷനെ വെക്കുന്നുള്ളൂ. ഈ PVC ഡോറുകളെ വെക്കും. PVC തന്നെ ഇപ്പോൾ പല ഐറ്റംസ്, FRP ഡോറ്, PVC ഡോറ്, WPC ഡോർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അടുത്ത് തന്നെ അതിന്റെ വേറൊരു ഷോറൂം ഉണ്ട് നമുക്ക്. നിങ്ങളിപ്പോ ഈ ഒരു സ്ഥാപനത്തിൽ ഇപ്പൊ തൊട്ട് എത്ര റൂമുകളുണ്ട്? ഇതിന് 3 റൂം വർക്ക് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ പുറത്ത് വേറൊരു അത് ഡിസ്പ്ലേ ആണ്. അത് ജസ്റ്റ് കാണാൻ പറ്റുമോ? അത് കാണാം. കിംസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ആയിക്കോട്ടെ. അതുപോലെ തന്നെ റോമൻ കർട്ടൻ, അങ്ങനെ തുടങ്ങിയ എല്ലാ കർട്ടനുകളും ഞങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓപ്പോസിറ്റുള്ള ഡിസ്പ്ലേ റൂമാണിത്. ക്യൂബ് ഡോർ എന്ന് പറഞ്ഞാൽ FRP ഡോർ, ക്യൂബാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ അതിന്റെ ഷോറൂമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ ഡോറിൽ തന്നെ മെമ്മറിയൻ ഡോറ്, വെനീൽ ഡോറ്, അതുപോലെ തന്നെ FRP ഡോറ് തുടങ്ങി അങ്ങനെ ഒരുപാട് പൈൻ ഡോറ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് ഡോറുകൾ ഈ ഒരു ഇതിൽ വരുന്നുണ്ട്. ഈ FRP മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പലൊക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയലാണ്. കപ്പൽ ഉണ്ടാക്കുന്ന മെറ്റീരിയലാണ്, ഷിപ്പ്. അപ്പൊ അത് എത്ര വെള്ളത്തിൽ മുക്കിയിട്ടാലും ഈ ഒരു സാധനം ഒന്നും ആവില്ല. എത്ര കൊല്ലങ്ങളോ, ഇത് തന്നെ 10-11 വർഷമായിട്ട് ഉള്ള ഡോറാണ്. ഇതുവരെ ഒരു മങ്ങൽ പോലും
ഇതിന് വന്നിട്ടില്ല. അതാണ് ഈ FRPന്റെ ഒരു പ്രത്യേകത അല്ലേ? അതുപോലെ തന്നെ പ്ലൈവുഡിന്റെ ഡോറുകളുണ്ട്. പ്ലൈവുഡ് ഇതാണ് മെമ്മറിൻ ഡോറ്, ഇത് വിനീർ ഡോറ്, അങ്ങനെ തുടങ്ങി എല്ലാ ഡോറുകളും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ഡോർ ആയിക്കോട്ടെ, ബാക്ക് ഡോർ ആയിക്കോട്ടെ, എല്ലാ ഡോറും, റൂമിന്റെ ഡോറുകളും ഒക്കെ ഇവിടെ ഇതൊക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് വെച്ചതാണ് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട്. ഈ ഡിസൈനിലൊക്കെ നമുക്ക് സാധനം വരും. അതായത് ആഴ്ചൻ്റെ അടുത്ത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രിയമുള്ളവരെ, റാഫിയുടെ ഇൻസ്റ്റാഗ്രാം ID എന്തായിരുന്നു? അതിന്റെ ലിങ്ക് നമുക്ക് ഇതിൽ കൊടുക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ വന്ന് ഡയറക്റ്റ് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടത് റാഫിയായിട്ട് ഡയറക്റ്റ് തന്നെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യട്ടോ. വളരെ ഉത്തരവാദിത്തപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ലൊക്കേഷൻ പറയാ, കൊടുവള്ളിയിൽ നിന്നും കോഴിക്കോട് റോഡ് കേട്ടോ, 2 കിലോമീറ്റർ സൗത്ത് കൊടുവള്ളി മസ്ജിദിന്റെ തൊട്ടടുത്താട്ടോ. സുസുക്കി ഷോറൂമിന് ഹോം സ്റ്റേ ഇന്റീരിയർ വർക്ക്സ്, മൊബൈൽ നമ്പറുണ്ട്.